She's the it girl, the one to know. Out of your dreams, she makes it known. She's alien. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രോ തന്നെ കണ്ടല്ലോ. അപ്പം വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ആദ്യമേ ഇച്ചിരി സീലിംഗ് ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് സീലിംഗ് ഷീറ്റിൻ്റെ പീസ് ഇല്ലെങ്കിൽ സീനില്ല, കാർഡ്ബോർഡിൻ്റെ, അതായത് കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് ആയാലും മതി. ഓക്കെ, അതിനകത്ത് ഒരു ഷീറ്റ് എടുത്ത് ഞാൻ ഇതേപോലെ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കാണ്. അതിനെ നമുക്ക് കണ്ടോ, ഞാൻ ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇതേപോലെ വളയ്ക്കുക. നമുക്ക് എത്ര മാക്സിമം വളയ്ക്കാൻ പറ്റും അത്രയും വളച്ചിട്ട് നിങ്ങൾ ഷീറ്റിലേക്ക് ഇതേപോലെ വെക്കുക. എന്നിട്ട് പെൻസിലോ പേനയോ വെച്ച് മാർക്ക് ചെയ്തിട്ട് അതിന് ഷോൾഡറിങ് അയൺ കൊണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് നിങ്ങൾ ഇതേപോലെ ഹോൾ ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 വയറിൻ്റെ പീസ് വേണം. ഓക്കെ, ഇത്ര നീളമുള്ളത്. അതിന് വെച്ച് നമുക്ക് 2 LED കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയത് 2 LED. ഞാൻ റെഡ് ആൻഡ് ബ്ലൂ ആണ് എടുത്തത്, മൾട്ടി കളർ, അതായത് RGB ലൈറ്റ് ഉണ്ടായാലും നല്ലതാണ്. എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ 2 LED എടുത്തതേ ഉള്ളൂ, അതായത് റെഡ് ആൻഡ് ബ്ലൂവിൻ്റെ. ഓക്കെ, അത് നമുക്ക് 2 LEDയും പാരലായി കണക്ട് ചെയ്യണം. അതിന് 2 LEDയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണ്ട് ഞാൻ വയർ ഇതേപോലെ കോമൺ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ 2 LEDയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വയറെടുത്ത് ഒന്ന് ചുറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നെഗറ്റീവ് ടെർമിനലിലേക്കും ഇതേപോലെ ചുറ്റി വെക്കുകയാണ്. അതൊന്ന് ഷോൾഡർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം കണ്ടോ, ഇതേപോലെ പാരലായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് എടുക്കുക. അതിൽ 2 അറ്റത്തും ഇതകത്ത് ഹോൾ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഹോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിങ് ഗണ്ണ് ഇച്ചിരി ചൂടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് തൊടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഹോളായി പോകുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡ്രില്ലൊക്കെ ഉണ്ടാൽ അത് വെച്ച് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് എന്തിനാണ് നമ്മളങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ LED ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു LED ഇറങ്ങുന്ന സ്പേസിൽ നമുക്ക് ഹോൾ ഇടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഒന്ന് വളച്ചിട്ട് ആ ഹോളിലേക്ക് കയറ്റി വെക്കുക. ഇതേപോലെ കയറ്റി വെക്കുക. നമ്മളിപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പാരലായി കണക്ട് ചെയ്ത LED നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കിൽ ഹോൾ ഇട്ടല്ലോ, അതിലേക്കൊന്ന് ഇറക്കി വെക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ആയിരിക്കണം, ഊരിപ്പോകാൻ പാടില്ല. നല്ല പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അങ്ങനെ LED സെറ്റ് ചെയ്തു. ഇനി ഇച്ചിരി വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗണ്ണില്ലാന്ന് വെച്ചാലും വേറെ ഏതെങ്കിലും ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ച് വെക്കാം കേട്ടോ, സീനില്ല. ഇനി നമുക്ക് നേരത്തെ കാണിച്ച സീലിംഗ് ഷീറ്റിൻ്റെ കുറച്ച് പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് പോലെ ആക്കിയെടുക്കാനാണ്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ച് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അതിന് ആദ്യത്തെ ഒരു സൈഡിൽ വെച്ച് തുടങ്ങാം. അപ്പോൾ ഇച്ചിരി ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല സെറ്റാക്കി ബോക്സ് പോലെ ആക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചെടുത്ത് ഇനി അപ്പുറ സൈഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബേസ്, അതായത് അടിയിൽ വെക്കുന്ന പീസാണ്. അപ്പോൾ അത് വെക്കുന്നേക്കാൾ മുമ്പ് ഇച്ചിരി കൂടെ പണി ബാക്കിയുണ്ട്, അതിൻ്റെ കണക്ഷൻസ് ഒക്കെ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ മുമ്പ് ഞാനൊരു ചെറിയൊരു ഹോളും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു മിനി സ്വിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു ഹോൾ ഇടുക. അതും ഷോൾഡറിങ് ഗണ്ണ് വെച്ച് തന്നെയാണ് ഞാൻ ഹോൾ ഇട്ടത്. അപ്പം സെറ്റ് ചെയ്തിട്ട് ഞാൻ LED പോസിറ്റീവ് ടെർമിനൽ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാലോ. ഓക്കെ, അത് നമുക്കൊരു സ്വിച്ച് വഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതുവരെ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഓക്കെ,
ഒരു 3.7 വോട്ടിൻ്റെ ബാറ്ററിയാണ്. നിങ്ങളുടെ അടുത്ത് ബാറ്ററി ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചാർജർ ഉണ്ടായാലും യൂസ് ചെയ്യാം. 5 വാട്ടിൻ്റെ ചാർജർ, മൊബൈൽ ചാർജറൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 9 വോട്ടിൻ്റെ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 220 ഓമിൻ്റെ റെസിസ്റ്റൻസ് കൊടുത്താൽ മതിയാവും, അതായത് ബൾബിൻ്റെയും ബാറ്ററിയുടെയും ഇടയ്ക്ക്. ഓക്കെ, ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് കൊടുക്കാം. നെഗറ്റീവ് ടെർമിനൽ എൽ ഇ ഡിയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കണ്ടോ, എൽ ഇ ഡിയുടെ നെഗറ്റീവിലേക്ക് ബാറ്ററി നെഗറ്റീവ് കൊടുത്തു, പോസിറ്റീവ് നമ്മുടെ സ്വിച്ചിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബാറ്ററി സെറ്റ് ചെയ്തപ്പം അവിടെ ഇരിക്കാത്ത കൊണ്ട് ഞാൻ നെഗറ്റീവ് ടെർമിനൽ മറ്റേ എൽ ഇ ഡിയുടെ നെഗറ്റീവിലേക്ക് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിയും. അപ്പോൾ ഇച്ചിരി ഗ്ലൂ ഇട്ട്, ഒരുപാട് ഗ്ലൂ ഇടുന്ന ആവശ്യമില്ല, കാരണം ഇത് ബാറ്ററി ചാർജ് ചെയ്യുമോ ഇല്ലെങ്കിൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് കഴിച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ സ്വിച്ച് ഓൺ ആക്കാണ്. വാവ്, പൊളി സാധനമല്ലേ. ഓക്കെ, ഞാൻ LDR വെച്ച് രാത്രി ആകുമ്പോൾ ഓട്ടോമാറ്റിക് കത്തുന്ന പോലെ ആക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇത് കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ രണ്ടിലുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മഴയൊക്കെ കാരണം ഇൻട്രോയും ഔട്ട്ഡോയും ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കുറേയൊക്കെ ചൂടിക്കൊണ്ടാണ് എടുത്ത് തന്നെ. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, ഇവിടെ അവസാനിപ്പിക്കുവാണ് ഗൈസ്. സോ ഇറ്റ്സ് മീ വിജയ് സൈനിങ് ഔട്ട്. ബൈ ബൈ.